ഹായ് ഫ്രണ്ട്സ്, എല്ലാവരെയും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് റവ കൊണ്ടുണ്ടാക്കിയൊരു മസാല സ്നാക്കാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ മഴക്കാലത്ത് കട്ടൻ ചായയുടെ ഒപ്പം ഇത് ചൂടോടെ ഉണ്ടാക്കി കഴിക്കുന്നതും വലിയവർക്കെന്നപോലെ കുട്ടികൾക്കും ആസ്വദിച്ച് കഴിക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്കായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയണ്ടേ? ഒരു വീഡിയോയിലേക്ക് പോകാം. ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗൾ നിറയെ വറുക്കാത്ത റവ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് യൂസ് ചെയ്യാം. ഇനി ഈ റവ വാട്ടിയെടുക്കണം. അതിലേക്കായിട്ട് ഒരു കടായി മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. റവ എത്ര എടുത്തോ അത്രയും വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ ഈ റവ അതിലേക്ക് തട്ടി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂൺ ജീരകപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെള്ളം വറ്റിച്ച് നമ്മൾ പത്തിരിക്കൊക്കെ മാവ് കുഴക്കില്ലേ, അതുപോലെ കുഴച്ചെടുക്കണം. ഞാൻ ഒഴിച്ച വെള്ളം സ്വല്പം കൂടുതലായിരുന്നു. അപ്പോൾ കുറച്ച് കൂടുതലൊന്ന് കിണ്ടിയെടുത്താൽ മതി, സാരമില്ല. ഈ മാവിലേക്ക് ഞാനൊരു ചെറിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരുന്നു. അതിൻ്റെ വീഡിയോ മിസ്സായിട്ടുണ്ട്. ഇവിടെ മാവ് നന്നായിട്ട് കിണ്ടി തോർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കണം, ഒന്ന് മൃദുവാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റണം. മാവ് കുഴയ്ക്കുന്ന സമയത്ത് നല്ല ഒട്ടൽ പോലെ തോന്നുന്നുണ്ടെങ്കിൽ 2 ചെറിയ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ കയ്യിൽ ശകലം എണ്ണ തടവിയതിന് ശേഷം കുഴച്ചെടുക്കാവുന്നതുമാണ്. ഇനി കുഴച്ചെടുത്ത മാവിൽ നിന്നും ബാൾസുകൾ ഉണ്ടാക്കാം. ഇതിലേക്കായിട്ട് കയ്യിൽ കുറച്ച് എണ്ണ ഞാൻ തടവി കൊടുത്തു. ഞാൻ ആദ്യം ഉണ്ടാക്കിയ ബാൾ കുറച്ച് വലിപ്പമേറിയായിരുന്നു. ഇത്രയും വലുതാക്കണ്ട, കുറച്ച് ചെറുതാക്കി എടുക്കുക. പുറഭാഗം കുറച്ച് കൂടുതൽ ക്രിസ്പിനെസ്സൊക്കെ കിട്ടണമെങ്കിൽ ബാൾ ചെറുതായിരുന്നാൽ നന്നായിരിക്കും. അപ്പോൾ ടേസ്റ്റും കൂടുതൽ കിട്ടും. ഈ ബാളിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റാണ്, പുറംഭാഗം നല്ല ക്രിസ്പുമാണ്. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ബാൾ ചെറുതാവുന്നു അത്രത്തോളം നല്ലത്. ഇവിടെ ബാൾസ് എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വറുത്ത് കോരാം. ഇതിലേക്കായിട്ട് ഒരു കടായി മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഞാൻ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടമെങ്കിൽ അത് ഉപയോഗിക്കാം. എന്നിട്ട് കുറേശ്ശെ ഞാൻ ഇട്ട് കൊടുത്തു. തുടക്കത്തിൽ കുറച്ച് മാത്രമാണ് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തത്. എന്നിട്ട് പതുക്കെ ഇളക്കി കൊടുത്തു. കാരണം ഇത് പൊട്ടും, അതുകൊണ്ട് സൂക്ഷിച്ചൊന്ന് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുമ്പോഴാണ് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റാവുന്നത്. മറ്റേത് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ പുറം ഭാഗം ക്രിസ്പാവുകയും ഉൾഭാഗം വേവാതെ ഇരിക്കുകയും ചെയ്യും. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവില്ല. കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരികയുള്ളൂ. അപ്പോൾ ആദ്യം ഇട്ടത് പാകമായിട്ടുണ്ട്. ഇനി ഇവയെല്ലാം കോരി മാറ്റാം. അടുത്ത ബാച്ച് ബാൾസ് എല്ലാം ഞാൻ ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ എനിക്ക് കളിയടക്കയുടെ ഒരു ടേസ്റ്റൊക്കെ കിട്ടി. കാരണം ഇതിൽ പൊടിച്ച ജീരകമൊക്കെ ഇട്ടപ്പോൾ എനിക്കങ്ങനെ ഒരു ടേസ്റ്റ് വന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. കാരണം ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഇല്ല, വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റും. ഇത് സ്റ്റോക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഉണ്ടാക്കി ചൂടോടെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എനിക്കിതിൽ എരിവ് കുറച്ച് കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കുറച്ച് കാശ്മീരി മുളക് പൊടി തൂകി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഈ സ്നാക്സ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഫ്രണ്ട്സിനുമൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം. പിന്നെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.